അഗ്നിസാക്ഷി ഭാഗം 15. എന്താ കാശിനാഥൻ ഒരു സന്തോഷമില്ലാത്തതുപോലെ അവൻ്റെ മുഖഭാവം കണ്ട് വക്കീൽ ചോദിച്ചു. ഏയ് ഒന്നുമില്ല, പെട്ടെന്ന് കേട്ടപ്പോൾ ഞാനാകെ എന്തോ വിശ്വാസം വരുന്നില്ലേ കേസ് ജയിച്ചെന്ന്. അവനൊന്ന് പുഞ്ചിരിച്ചു. ഓ, സംസാരിച്ച് മറന്നു. അമ്മേ, വക്കീലിനെ കുടിക്കാൻ എന്തെങ്കിലും എടുക്ക്. ആ ശരി. അയ്യോ ഒന്നും വേണ്ട, നിങ്ങളോട് ഈ സന്തോഷവാർത്ത നേരിട്ട് പറയണമെന്ന് തോന്നി, അതുകൊണ്ട് വന്നതാ. ഞാൻ ഇറങ്ങട്ടെ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ വക്കീലെ, ഒരു ഗ്ലാസ് വെള്ളം എങ്കിലും കുടിച്ചിട്ട് പോകൂ, യശോദ പറഞ്ഞു. അപ്പോഴേക്കും ശ്രീപാർവതി ഒരു ഗ്ലാസ്സിൽ പായസവുമായി വന്നു. സന്തോഷവാർത്ത പറയാൻ വന്നിട്ട് മധുരം കഴിക്കാതെ പോകുന്നത് ശരിയല്ല, ഇത് പായസം കുടിക്കും, പാർവതി പറഞ്ഞു. അയാൾ അവളെ നോക്കി പായസം എടുത്ത് കുടിച്ചു. അല്ല, ഇതാരാ പുതിയൊരു അതിഥി? അയാൾ പാർവതിയെ നോക്കി ചോദിച്ചു. എല്ലാവരും എന്തു പറയണം എന്നറിയാതെ പരിഭ്രമത്തോടെ പരസ്പരം നോക്കി. അത് കാശിനാഥൻ നിന്ന് പരിങ്ങി. ഞാനിവരുടെ അകന്നൊരു ബന്ധുവാണ്, കുറച്ച് ദിവസം ഇവിടെ നിൽക്കുക എന്ന് കരുതി വന്നതാണ്, പാർവതി പറഞ്ഞു. എല്ലാവരും ആശ്വാസത്തോടെ അവളെ നോക്കി. ഓ ആണോ, ഇതുവരെ ഇവിടെ കണ്ടിട്ടില്ല, അതുകൊണ്ട് ചോദിച്ചതാ. എന്ന് ഞാൻ വരട്ടെ. ക്ലാസ് അവർക്ക് നൽകിയ ശേഷം വക്കീൽ ചെന്ന് വണ്ടിയിൽ കയറി. വണ്ടി പോകുന്നത് നോക്കി എല്ലാവരും അവിടെ തന്നെ നിന്ന്. അയാൾ പോയതും വീണ ഭീതിയോടെ കാശിനാഥനെ നോക്കി. അവനൊന്നും പേടിക്കേണ്ട എന്ന അർത്ഥത്തിൽ കണ്ണ് ചിമ്മി കാണിച്ചു. പിന്നെ എല്ലാവരും അകത്തേക്ക് നടന്നു. പിറ്റേന്ന് കാലത്ത് സാധാരണ പോലെ കാശിനാഥൻ ജോലിക്ക് പോയി. എല്ലാവരും ഓരോ ജോലികളിൽ ഏർപ്പെട്ടു. അമ്മേ, ഞാൻ കളിക്കാൻ പോവാട്ടോ. ഫുട്ബോളും കയ്യിൽ പിടിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടൻ മുറ്റത്തേക്ക് ഇറങ്ങിയതും ഒരു ജീപ്പ് വന്ന് മുറ്റത്ത് നിന്നു. ഉണ്ണിക്കുട്ടൻ സംശയത്തോടെ നോക്കി. ജീപ്പിൽ നിന്നും ഗാംഭീര്യമുള്ള ഒരാൾ കാലെടുത്ത് മുറ്റത്തേക്ക് വെച്ചു. കോപം കൊണ്ട് ചുവന്നു തുടുത്ത കണ്ണുകൾ കൂർപ്പിച്ചുകൊണ്ട് ഉണ്ണിക്കുട്ടനെ തുറച്ചു നോക്കിയ ശേഷം മുറ്റത്തേക്ക് കാർക്കിച്ച് തുപ്പിക്കൊണ്ട് അയാൾ പുറത്തേക്ക് ഇറങ്ങി. അയാളെ കണ്ടതും ഉണ്ണിക്കുട്ടൻ ഭയന്ന് വിറച്ച് അവൻ്റെ കയ്യിൽ നിന്നും പണിത് താഴെ വീണു. അമ്മേ, അവൻ പേടിയോടെ ഉറക്കെ വിളിച്ചു. കണ്ട് ഓടാനൊരുക്കിയതും അയാൾ വന്ന് കയ്യിൽ പിടിച്ചു. എന്തിനാ മോനെ നീ ഇങ്ങനെ പേടിച്ചു ഓടുന്നത്? ഞാൻ നിൻ്റെ ചെറിയച്ഛനല്ലേ, പേടിക്കണ്ട കേട്ടോ. അയാൾ അവൻ്റെ കവളിൽ പിടിച്ച്. എന്നെ വീട്, അവ കരഞ്ഞുകൊണ്ട് പറഞ്ഞു. ഉണ്ണിക്കുട്ടൻ്റെ വിളി കേട്ട് ഓടി വന്ന് വീണ ഈ കാഴ്ച കണ്ട് ഞെട്ടി. മോനെ എന്ന് വിളിച്ചുകൊണ്ട് അവൾ അയാളുടെ അരികിലേക്ക് ഓടി വന്നതും അയാൾ അവനെ പിടിച്ച് തന്നോട് ചേർത്ത് പിടിച്ചു. എന്നെ മോനെ വിട്, അവൾ അവനെ പിടിക്കാൻ നോക്കി. നീ എന്തിനിങ്ങനെ ബഹളം വെക്കുന്നത്? ഇവനും എൻ്റെ ചോരയില്ലേടി. ചെറിയച്ഛൻ്റെ മോനാണെങ്കിലും കാശിനാഥനെ ഞാൻ അനിയൻ തന്നെയല്ലേ. എൻ്റെ ചേട്ടൻ്റെ മോനെ ഞാനൊന്ന് സ്നേഹിച്ചോട്ടെ, അയാൾ പറഞ്ഞു. ദയവ് ചെയ്ത് എൻ്റെ കുഞ്ഞിനൊന്നും ചെയ്യരുത്, ഞാൻ നിങ്ങളുടെ കാല് പിടിക്കാം, അവൾ കൈകൂപ്പി കരഞ്ഞുകൊണ്ട് പറഞ്ഞു. നീ എൻ്റെ കാലൊന്നും പിടിക്കേണ്ടത് എവിടെയാണെന്ന് വെച്ചാൽ ഞാൻ പിടിച്ചോളാം, അവളെ നോക്കി വഷളം ചിരിച്ചുകൊണ്ട് അയാൾ പറഞ്ഞു. അത് കേട്ടതും വീണ ഒന്നും പറയാനാക്കാതെ കോപം കടിച്ചമർത്തി നിന്ന് കരഞ്ഞു. ഈ സമയം അയാൾ അവളെ അടിമുടി നോക്കി. നീയാളിപ്പോൾ നല്ല സുന്ദരിയായിട്ടുണ്ടല്ലോ, എന്നിട്ട് കാശിനാഥൻ എന്തുകൊണ്ടാ പേര് പെണ്ണിട്ടത്? വെച്ചിരുന്ന മടുത്തുകൊണ്ടാണോ അതോ? അത് കേട്ടതും അവൾ ദേഷ്യത്തോടെ അവനെ തുറച്ചു നോക്കി. മര്യാദയ്ക്ക് എൻ്റെ കുഞ്ഞിനെ വിടെ, ഇലക്കി, അവൻ രോഷത്തോടെ പറഞ്ഞതും അയാൾക്ക് കോപം ഇരച്ചു കയറി. അവൻ ദേഷ്യത്തോടെ അവളുടെ മുടിക്കുട്ടി പിടിച്ചു. മോളെ, ഈ വിശ്വനാഥൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ സംസാരിക്കാൻ എങ്ങനെ ധൈര്യം വന്നല്ലേ നിനക്ക്? അവൻ അരിശത്തോടെ പറഞ്ഞു. ബഹളം കേട്ട് അവിടേക്ക് വന്ന യശോദയും രോഹിണിയും ഇത് കണ്ട് ഞെട്ടി. വിശ്വ, വിടടാ അവളെ, യശോദ ദേഷ്യത്തോടെ അവൻ്റെ അരികിലേക്ക് വന്നു. ഓ എത്തിയല്ലോ, അകത്താലമ്മ, വരണം. വിടടാ അവളെ, വീട്ടിൽ ആണുങ്ങളില്ലാത്ത നേരം നോക്കി വന്ന് തോന്നിയാസം കാണിക്കുന്നു. ആണുങ്ങളോ? അതിനെവിടെ ഏത് ആണുങ്ങളുള്ളത്? നിങ്ങളുടെ മകൻ കാശിനാഥനെയാണോ അവനാണോ? എന്താടാ നിനക്ക് സംശയമുണ്ടോ? ഉഷിയുള്ള ആൺകുട്ടിയുടെ എൻ്റെ മോൻ, അതുകൊണ്ട് തന്നെയാ നീയും നിൻ്റെ താന്തയും കൂടി തട്ടിയെടുത്ത എൻ്റെ ഭർത്താവിൻ്റെ സമ്പാദ്യം മുഴുവൻ അവൻ തിരിച്ചു പിടിച്ചത്. അവൻ നട്ടലുള്ളവനാടാ, അല്ലാതെ നിന്റെ താന്തയെ പോലെ വിശ്വസിച്ചവരെ വഞ്ചിക്കുന്ന ചെറ്റയല്ല. യശോദ പറഞ്ഞത് കേട്ട് അയാളുടെ രക്തം തെളിച്ചു. വീണയുടെ കയ്യിൽ പിടിവിട്ട് അയാൾ യശോദയുടെ കഴുത്തിൽ പിടിച്ചതും എല്ലാവരും ഞെട്ടി. അമ്മ വീട്,
വിശ്വ എന്തായി കാണിക്കുന്നത്, പിടിവിട്. വീണയും രോഹിണിയും പിടിവിടിക്കാൻ ശ്രമിച്ചു, പക്ഷേ സാധിച്ചില്ല. യശോദ ശ്വാസം കിട്ടാതെ പിടഞ്ഞു. ഇത് തള്ള, എൻ്റെ ഒരു പിടിക്കില്ല നിങ്ങൾ. ഈ കൈയൊന്ന് അമർത്തിയാൽ മതി, ഉടലോടങ്ങ് പരലോകത്തെത്താം. ചെയ്യട്ടെ ഞാനത്? കൊലച്ചിരിയോടെ അവൻ ചോദിച്ചു. പെട്ടെന്ന് ഒരു ഇഷ്ടിക വന്ന് അവൻ്റെ മുഖത്ത് പതിച്ചതും അവൻ തെറിച്ച് താഴേക്ക് വീണു. കഴുത്തിൽ പിടിവിട്ടതും യശോദ ശ്വാസം വലിച്ചെടുത്ത് ചുമച്ചു. രോഹിണിയും വീണയും പരിഭ്രമത്തോടെ അവരുടെ അരികിലേക്ക് ചെന്നു. അപ്പോഴാണ് ആ ഇഷ്ടിക എവിടെ നിന്ന് വന്നു എന്ന് എല്ലാവരും നോക്കിയത്. ഇഷ്ടികയും കയ്യിൽ പിടിച്ചുകൊണ്ട് മുന്നോട്ട് വരുന്ന പാർവതിയെ കണ്ട് അവർ അമ്പരന്നു. നിലത്ത് വീണ വിശ്വൻ തലയിലെ പെരുപ്പ് മാറിയതും അവളെ കണ്ടത് പകച്ചു. പിന്നെ ദേഷ്യത്തോടെ ചാടി എഴുന്നേറ്റ് അവളുടെ നേരെ പാഞ്ഞെടുത്തു. ഡീ, ആരാടി നീ? ഈ വിശ്വൻ എറിഞ്ഞു വീഴ്ത്താൻ നോക്കി നിന്നെ ഞാൻ. അതും പറഞ്ഞ് അവൻ കൈ വീശിയതും അവൻ്റെ കൈമടക്കിലേക്ക് ഇഷ്ടിക കൊണ്ട് ആഞ്ഞൊന്ന് കൊടുത്തു. ഒടിഞ്ഞ കൈയുമായി അവൻ അലറിയതും ആ തീ പാർന്ന കണ്ണുകളോടെ ശ്രീപാർവതി അവനെ നോക്കി. തുടരും.